ഹായ് ഫ്രണ്ട്സ്, തേജൂട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോയത് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് കുളനടയിൽ സ്ഥിതി ചെയ്യുന്ന ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ബാലരൂപത്തിലുള്ള ഒരു കൃഷ്ണനാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് ഉറി വഴിപാടാണ്. സന്താന സൗഭാഗ്യത്തിനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വിശ്വാസികൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. വെണ്ണ, അവിൽ, കൽക്കണ്ടം, ലഡ്ഡു, പഞ്ചസാര എന്നിവ നിറച്ച ഉറി ശ്രീകോവിലിനു ചുറ്റും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു പ്രദക്ഷിണം വെച്ച ശേഷം നമസ്കാര മണ്ഡപത്തിലേക്ക് വെക്കുന്നു. അത് കഴിഞ്ഞ് ആ ഉറിയിലെ വിഭവം തിരുമേനി ഉണ്ണിക്കണ്ണന് നീതിക്കുന്നു. അതിനുശേഷം ഉറി വെച്ച ആളിന് അത് നൽകുന്നു. ഉറി വെച്ച ആൾ അത് കൊച്ചുകുട്ടികൾക്ക് പ്രസാദമായി നൽകുന്നു. ഇതാണ് ഇവിടുത്തെ ഉറി വഴിപാട്. മറ്റൊരു പ്രധാന വഴിപാടാണ് പാൽപ്പായസം. എന്തെങ്കിലും സാധനം കളവ് പോയാൽ ഉണ്ണിക്കണ്ണനൊരു പാൽപ്പായസം നേർച്ചയായി നേർന്ന് അത് നടത്തിയാൽ കളവ് പോയ സാധനം തിരികെ കിട്ടും എന്നൊരു ഐതിഹ്യം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഞങ്ങളും ഒരിക്കൽ ഉദ്ദിഷ്ടകാര്യത്തിനായി ഉറിയിൽ വെണ്ണ വഴിപാടായി ഉണ്ണിക്കണ്ണനെ സമർപ്പിച്ചു. അങ്ങനെ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് തേജൂട്ടനെ കിട്ടി. അങ്ങനെ തേജൂട്ടൻ്റെ ചോറൂണും ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിശ്വാസം കൂടുകയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാനായി ഇവിടെ വരാറുമുണ്ട്. തേജൂട്ടനായ ശേഷം 2ാമത്തെ തവണയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. വയലിൻ്റെ മധ്യയായിട്ടാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെത്തിയത്. ഈ മുറിയെല്ലാം ഓരോരുത്തരും വഴിപാടായി സമർപ്പിക്കുന്നതാണ്. ഞങ്ങളും പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പാൽപ്പായസമൊക്കെ കിട്ടി. അതൊക്കെ കുടിച്ച ശേഷം കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. തേജൂട്ടൻ അവിടെയൊക്കെ ഒന്ന് എഴുന്നു നടന്നു. അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ച് അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങളാരെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഫോട്ടോയൊക്കെ വാങ്ങിയ ശേഷം ക്ഷേത്രത്തിൽ നിന്നും യാത്രയായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ.